ഷിരൂർ ദുരന്തത്തിൽ തുടക്കം മുതൽ നിസ്സംഗതയും വീഴ്ചകളുമാണ് കർണാടക സർക്കാരിൽ നിന്നുണ്ടായത്. കർണാടക സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് പറയേണ്ടിയും വന്നു. ദുരന്തം നടന്ന് 5 ദിവസമായിട്ടും മണ്ണിനടിയിലുണ്ടെന്ന് കരുതുന്ന ലോറി പോലും കണ്ടെത്താനായിട്ടില്ല. അർജുന്റെ ബന്ധുക്കളെത്തി പരാതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ അനങ്ങിയില്ല. വെള്ളിയാഴ്ച രാവിലെ കേരള സർക്കാർ ഇടപെട്ട ശേഷമാണ് രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും ഊർജിതമായത്. ദേശീയ മാധ്യമങ്ങളടക്കം സർക്കാരിന്റെ വീഴ്ച തുറന്നു കാണിച്ചതോടെ തിരച്ചിൽ വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. ഇതിന്റെ ഭാഗമായി അപകട സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ശനി ഉച്ച മുതൽ മാധ്യമങ്ങളെ 5 കിലോമീറ്റർ അകലെ അങ്കോള ഭാഗത്തേക്ക് മാറ്റി. തിരച്ചിൽ ഇഴയുകയാണെന്ന് ബോധ്യപ്പെട്ട ലോറി ഉടമ മനാഫ് മാധ്യമങ്ങളുടെ അടുത്തെത്തി കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. തെരച്ചിൽ ഊർജിതമാക്കാൻ ലോറിയുടമ മനാഫ് എത്തിച്ച രക്ഷാപ്രവർത്തകൻ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്ത് ഇസ്രയേലിനെയും പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് കേരള പോലീസ് ഉത്തര കന്നഡ കളക്ടറെ ബന്ധപ്പെട്ടാണ് രഞ്ജിത്തിനെ സ്ഥലത്തേക്ക് കടത്തിവിട്ടത്. അർജുൻ കുടുങ്ങിയെന്ന് പറയുന്ന സ്ഥലത്ത് 15ലേറെ ആളുകളും 6ഓളം വാഹനങ്ങളും ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ഇതൊന്നും അധികൃതർ ശ്രദ്ധിച്ചില്ല. ഇത്രയും ജീവനുകൾക്ക് ഒരു വിലയുമില്ലേ എന്നാണ് ചോദ്യം. രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച അലംഭാവത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ മലയാളികൾ വ്യാപക പ്രതിഷേധമുയർത്തുന്നുണ്ട്.